പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നോക്കിയേ, 2026 ആദ്യത്തെ ഞായറാഴ്ച സാബത്ത് ദിനത്തിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവമേ, ഇന്ന് ഞങ്ങൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ മേഖലകളും ഈശോ, പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല അല്ല ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശോയുടെ, നമ്മുടെ കൂടെയുള്ള ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ടൊന്നും ബലിയർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. ഈശോയെ ആ ഒരു കൃപ ഇന്നത്തെ ബലിയർപ്പണത്തിൽ ഈശോ നമുക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 15:4. അവിടെ വചനം പറയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അതായത് എന്നിൽ വസിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളിൽ, ഈശോയിൽ വസിക്കുകയാണെങ്കിൽ ഈശോ എന്നിൽ വസിക്കുന്നിട്ട് പറയാണ്, മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ. നമ്മളുടെ ഒരു സാധാരണ ഒരു കാര്യമാണ് അല്ലേ, അത് ഒരു മുന്തിരിച്ചെടിയിൽ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ശാഖയ്ക്ക് സ്വയം ഫലം പുറപ്പെടുവിക്കുവാൻ പറ്റാത്തതുപോലെ എന്നിൽ, അതായത് യേശുവിൽ വസിക്കുന്നില്ലെങ്കിൽ നമുക്കും ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് ഇന്നത്തെ ഈ ഒരു പരിശുദ്ധ കുർബാനയിലെ പ്രിയ സഹോദരങ്ങളുടെ ശുശ്രൂഷകളിലൊക്കെ നമുക്ക് ഇന്ന് സാബത്തല്ലേ, കുറച്ച് നേരമൊക്കെ പരിശുദ്ധ കുർബാനയുടെ മുൻപിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ വേണ്ട ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം പലപ്പോഴും ഒരു ഫലദായകത്വം നമുക്ക് തന്നെ ഫീൽ ചെയ്യണം. എന്നെ കൊണ്ടൊരു ഉപകാരമില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈശോയിലൂടെ പുറപ്പെടുവിക്കേണ്ട ഫലം പുറപ്പെടുവിക്കുവാൻ പറ്റാത്ത വിധം ഈശോയാകുന്ന തായ്തണ്ടിൽ നിന്ന് നമ്മൾ ഒരുപാട് അകന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ നിരാശപ്പെടരുത്, കർത്താവിലേക്ക് തിരിയണം. ദൈവമേ, ഈ സാബത്ത് ദിനത്തിൽ ഈശോയിലേക്ക് കുറേ കൂടി ആത്മാർത്ഥമായി തിരിയാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.